അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു സ്ത്രീ 11 നോമ്പ് നിയ്യത്താക്കിയിട്ടുണ്ട്. അത് എങ്ങനെ നോക്കണമെന്നതാണ് സഹോദരൻ്റെ ചോദ്യത്തിൽ നിന്നിട്ട് ഞാൻ മനസ്സിലാക്കിയത്. നിയ്യത്താക്കുമ്പോൾ അഥവാ നേർച്ചയാക്കുമ്പോൾ എങ്ങനെയാണ് നിയ്യത്ത് ചെയ്തത് അതുപോലെയാണ് വീട്ടേണ്ടത്. അഥവാ തുടർച്ചയായിട്ട് നോക്കുമെന്ന് നിയ്യത്ത് ചെയ്താൽ തുടർച്ചയായിട്ട് നോക്കേണ്ടി വരും. നിർബന്ധിതാവസ്ഥയിൽ മെൻസസ് പോലത്തതായ തടസ്സങ്ങൾ വരികയാണെങ്കിൽ ആ തുടർച്ച നഷ്ടപ്പെടുന്നതുമല്ല. അല്ലാത്ത പക്ഷം തുടർച്ചയായിട്ട് സഹോദരി നിയ്യത്താക്കിയിട്ടുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് തന്നെ നോക്കേണ്ടി വരും. ഇനി തുടർച്ചയായിട്ട് എന്ന ഉദ്ദേശം വെച്ചിട്ടില്ല, 11 നോമ്പ് നോക്കും എന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ സൗകര്യം പോലെ 11 എപ്പോഴെങ്കിലും ഒരു മാസത്തിൽ ഒരു നോമ്പ് വീതം നോക്കിയിട്ട് ഒരു കൊല്ലത്തിൽ വീട്ടിയാലും മതിയാവുന്നതാണ്. മനസ്സിലായല്ലേ? അതാണ് ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.